നമ്മൾ കുറേ ആയി നല്ല ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടല്ലേ. അപ്പം ഇന്നൊരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിയ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഇട്ടാൽ മതി. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ, ഡാർക്ക് സർക്കിൾസ്, എന്തെങ്കിലും ചെറിയ കുഞ്ഞു എന്ന് വെച്ചാൽ ചെറിയ ഒരു മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ വന്നിട്ട് അതൊക്കെ മാറണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്താൽ മതി. സൺ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കാണിത്. അപ്പം ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ഫോളോ ചെയ്തിട്ട് അതുപോലെ കറക്റ്റ് അളവിൽ എടുത്തിട്ട് ഇത് ഇടുവാണെങ്കിൽ 100% നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്കുമാണ്. നല്ല ഒരു ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടും. നമ്മൾ ബുദ്ധിമുട്ടിയാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മുടെ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അതിന് പരിശ്രമിക്കണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ കാശ് കൊടുത്ത് ഓരോരോ ക്രീം വാങ്ങിച്ചിട്ടാൽ ആ ക്രീമിൻ്റെ കാലാവധി കഴിയുന്നത് വരെ അത് ഫേസിൽ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് നാച്ചുറലി നമ്മൾ നല്ല നല്ല ഫുഡ് കഴിക്കുമ്പം അത് നമ്മുടെ ശരീരത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും. പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, ഞാൻ നല്ല ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു ഗുണമാണ് ഇപ്പോഴും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന്. ഇപ്പം നമുക്ക് നല്ല ഫുഡൊന്നും കിട്ടില്ല, കെമിക്കൽ അടങ്ങിയ ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാലും നമുക്ക് നാച്ചുറലി നമുക്ക് കിട്ടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുക. അതുപോലെ നമ്മുടെ ഫേസിനും നമുക്ക് നാച്ചുറലി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫേസിലിടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കലാമിൻ പൗഡറാണ്. ഈ കലാമിൻ പൗഡർ വെച്ചിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഈ കലാമിൻ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വേണ്ട ഒരു സാധനമാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തിരിക്കാം. എല്ലാവരുടെ വീട്ടിലും ഈ കലാമിൻ പൗഡർ നിർബന്ധമായിട്ട് വേണം. കുട്ടികളുള്ള വീട്ടിലും മുതിർന്നവരുള്ള വീട്ടിലും ഒക്കെ വേണം. നമ്മുടെ ഇത് ഫേസിന് മാത്രമല്ല, നമ്മുടെ ഹെയറിനും ബാക്കി പല കാര്യങ്ങൾക്കും, നമ്മുടെ ചെറിയ ചെറിയ ഫേസിനുണ്ടാവുന്ന അല്ലെങ്കിൽ ഹെയറിനുണ്ടാവുന്ന പല ചെറിയ ചെറിയ പ്രോബ്ലംസിനൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കലാമിൻ പൗഡർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ഫേസ് പാക്കാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാന സാധനം എന്ന് പറയുന്നത്, പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കലാമിൻ ക്ലേ പൗഡറാണ്. ഇത് ഒറിജിനൽ കലാമിൻ ക്ലേ പൗഡറാണ്. വേറെ ഒരു കെമിക്കലോ ഒന്നും ചേർന്നിട്ടില്ല, ഒറിജിനൽ സാധനമാണിത്. പിന്നെ ഇത് ബയോ ഓർഗാനിക്കിൻ്റെ ക്ലേ പൗഡറാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫോർ ഹെയർ ആൻഡ് സ്കിൻ എന്നുള്ളത്. ഇത് ഹെയറിനും സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കലാമിൻ പൗഡറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം ഈ വീഡിയോയിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോവും. കാരണം എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും വേണ്ട ഒരു പ്രൊഡക്റ്റാണ്, ബ്യൂട്ടി പ്രൊഡക്റ്റാണ് ഈ കലാമിൻ ക്ലേ പൗഡർ എന്ന് പറയുന്നത്. കാരണം ഫേസിനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ്. അപ്പം നമുക്ക് വേണ്ടത് കലാമിൻ പൗഡർ. ഞാനിതിൻ്റെ അളവ് പറയാം. അളവ് ഞാൻ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം. അത് നോട്ട് ചെയ്ത് നിങ്ങൾ അതുപോലെ കറക്റ്റായിട്ട് ഒരു ടിന്നിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അതെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ബൗളിൽ നമുക്ക് ഓരോരോ സാധനം എടുക്കാം. അപ്പോൾ കലാമിൻ ക്ലേ പൗഡർ വേണം. ഇത് സാൻഡൽവുഡ് പൗഡറാണ്. ഇത് നമുക്ക് വേണ്ടത് മുൾട്ടാനി മിട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മഞ്ഞൾ വേണം. പിന്നെ ഒരു സാധനം, ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് പൗഡർ. ആൽമണ്ട് പൗഡർ ഇപ്പോൾ എൻ്റെ തൽക്കാലം എൻ്റെ കയ്യിലില്ല. അപ്പം നമുക്ക് വേഗം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് പൗഡർ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കാണിക്കാം. ആൽമണ്ട് പൗഡർ ഉണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ആൽമണ്ട് പൗഡർ വേണം. സാൻഡൽവുഡ് പൗഡർ ഒരു 25 ഗ്രാമാണ് വേണ്ടത്. ഇപ്പം എൻ്റെ ഫേസിൽ ഞാൻ ഇടാൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഇത് ഞാൻ പറയുന്ന കറക്റ്റ് അളവിന്, ആ കറക്റ്റ് അളവിന് എടുത്താൽ മാത്രമേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ. അപ്പം സാൻഡൽവുഡ് പൗഡർ ആണെങ്കിൽ ഒരു 25 ഗ്രാം എടുക്കുക. ഇത് മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി ഒരു 25 ഗ്രാം എടുക്കുക. ആൽമണ്ട് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 100 ഗ്രാമാണ് എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ ആൽമണ്ട് പൗഡർ ഇല്ല. കലാമിൻ പൗഡർ ഒരു 25 ഗ്രാമാണ് എടുക്കേണ്ടത്.
ഞാനിപ്പം എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഞാൻ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. കലാമിൻ പൗഡർ ഈ കളറായിരിക്കും. നമ്മുടെ ലാക്ടോ കലാമിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ്. നമ്മുടെ ലാക്ടോ കലാമിൻ്റെ സൺസ്ക്രീൻ ഒക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ അതേ കളർ തന്നെയാണിത്. ഇനി നമുക്ക് പച്ച മഞ്ഞളാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ കസ്തൂരി മഞ്ഞളാണുള്ളത്. പച്ച മഞ്ഞളുണ്ടെങ്കിൽ അതും ഒരു 25 ഗ്രാമാണ് എടുക്കുന്നത്. ഞാനിപ്പം കുറച്ചേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ടിന്നിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കുക. ദിവസവും ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് മുഖത്തിന് എത്രയാണോ ആവശ്യം അതെടുക്കുക, അതനുസരിച്ച് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് എടുത്തിട്ട് തൈരിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇനി ഓയിലി സ്കിന്നാണെങ്കിൽ തേനിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇനി ഞാൻ വേറൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചത്, ഞാനിപ്പം എല്ലാ ഫേസ് പാക്കിനും നമ്മൾ തൈരും പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പലരും ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ. ഇതെന്താ സാധനം എന്ന് പറയുന്നത് റൈസ് വാട്ടറാണ്. ഇത് ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ വെച്ചിരിക്കും. എന്നും രാവിലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്യും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുന്നുണ്ടെങ്കിൽ ഈ റൈസ് വാട്ടറിലാണ് ഞാൻ അത് മിക്സ് ചെയ്യുന്നത്. ഫേസ് നന്നായിട്ട് ഗ്ലോ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ശരിക്കും മാറുന്നത് നല്ലതുപോലെ മനസ്സിലാവും. എന്നിട്ട് നല്ലതുപോലെ ഗ്ലോ ആവാൻ പറ്റിയ ഒരു സാധനമാണ് ഈ റൈസ് വാട്ടർ. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് റൈസ് വാട്ടറാണ് എല്ലാ ഫേസ് പാക്കിലും അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ടോണറായിട്ടും ഈ റൈസ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കലാമിൻ പൗഡറിൻ്റെ ഒക്കെ ആ മഞ്ഞളിൻ്റെ എല്ലാം കൂടി മണമായിട്ട് നല്ല ഒരു സ്മെല്ലാണ്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കഴുകി കളഞ്ഞാലും ഈ സ്മെല്ല് കുറേ സമയത്തേക്ക് നമ്മുടെ ഫേസിലുണ്ടാവും. നല്ല ഒരു റിലാക്സിങ് തരുന്ന ഒരു മണമാണ്. അതുപോലെ തന്നെ ഫേസിലിട്ടാൽ അടിപൊളി ഒരു മാറ്റമാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്നത്. ഞാൻ വെളുത്തിട്ട് പാറും എന്നൊന്നും പറയില്ല. ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടും വെളുത്ത ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറും. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ കളർ മാറും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നല്ല സ്കിൻ കെയർ ആണെങ്കിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾക്ക് ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിൽ അത്രയും നല്ല മാറ്റം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കലാമിൻ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ക്ലേ ആണ്. അതുപോലെ സാൻഡൽവുഡ്, നമ്മുടെ മഞ്ഞൾ, എല്ലാം നല്ല പ്രൊഡക്റ്റാണ്. ആൽമണ്ട് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ്. സ്ഥിരമായിട്ട് ആൽമണ്ട് പൗഡർ വെച്ചിട്ട് ഫേസ് പാക്ക് ഇടുന്നവർക്ക് അതിൻ്റെ മാറ്റം ശരിക്കും മനസ്സിലാവും. ഇപ്പം എൻ്റെ കയ്യിൽ ആൽമണ്ട് പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ 100% നല്ല റിസൾട്ട് കിട്ടും. ഡെയിലി ഇടാൻ പറ്റിയ ശരിക്കും നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ തരുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇനി വേറൊരു കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ പലരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഉപയോഗമാവില്ലേ. അപ്പം ഒന്ന് ഷെയറും ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയുമ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ. വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയാനും ഒക്കെ നമുക്കൊരു സന്തോഷമാവും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ഇങ്ങനെ അധികം സംസാരിക്കരുത്. ഒരു ഫേസ് പാക്ക് ഇടുമ്പോഴും സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ ഇതുപോലെ ക്രാക്ക് പോലെ വരുന്നില്ല, അത് നമ്മുടെ സ്കിന്നിന് മോശമാണ്. പിന്നെ ഈ ഫേസ് പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇത് ഉണങ്ങി വരുമ്പോൾ നന്നായിട്ട് വലിഞ്ഞു മുറുകും സ്കിന്ന്, നല്ല ടൈറ്റാവും. അപ്പം മിണ്ടാതിരിക്കുക.
എൻ്റെ ഇവിടെയൊക്കെ ഞാൻ സംസാരിച്ചത് കൊണ്ടാണ് ഇതുപോലെ ക്രാക്ക് വീണത്. ഈ ക്രാക്ക് വീഴുമ്പോൾ നമ്മുടെ സ്കിന്നിനും അത് ക്രാക്കായിട്ട് തന്നെ മാറും. നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് കഴുകാം. നല്ല എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും. സൺടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിലും ഡെയിലി യൂസ് ചെയ്യാം. നല്ല ഒരു ഗ്ലോ തരുന്ന ഒരു ഫേസ് പാക്കാണ്. ഇനി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യട്ടെ. അപ്പം ഞാൻ എന്താ ഫുൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പം ഞാൻ നേരത്തെ എന്നെ കണ്ടതുപോലെ അല്ലല്ലോ ഇപ്പം. ശരിക്കും ഫേസിലും ഒന്നും ഇട്ടിട്ടില്ല. ഇത് ഫിൽറ്റർ ഇട്ടിട്ടെടുക്കുന്ന വീഡിയോ ഒന്നുമല്ല, റിയലായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പം അതിൻ്റെ റിസൾട്ട് ജെനുവൻ ആയിട്ട് തന്നെ പറയണം. അല്ലാതെ വെറുതെ നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത സാധനം ഇട്ടിട്ട് ഭയങ്കര എഫക്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഗേൾസിനും ബോയ്സിനും കുഞ്ഞു കുട്ടികളാരും ഉപയോഗിക്കേണ്ട. ബാക്കി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ്. എന്തായാലും യൂസ് ചെയ്യണം. എല്ലാം നല്ല മിക്സിംഗ് ആണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ റൈസ് വാട്ടറിലും കൂടിയാണ് നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും നമുക്ക് റൈസ് വാട്ടർ യൂസ് ചെയ്യാം. അല്ലാതെ റൈസ് വാട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർ തൈര് യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർ തേൻ യൂസ് ചെയ്തിട്ട് ഇത് ഡെയിലി അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു 7 ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ ഇട്ട് നോക്ക്. ശരിക്കും ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ അത്രയ്ക്കും ഉറപ്പോട് കൂടി പറയുന്നത്. അത്രയും എഫക്റ്റ് എനിക്ക് കിട്ടി. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും എടുത്ത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. കലാമിൻ ക്ലേയുടെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പം ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള കലാമിൻ ക്ലേ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ ആൽമണ്ട് പൗഡർ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 100% ഞാൻ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.